നീ കാലാകാലം നിന്റെ ഭാര്യയ്ക്ക് നന്മ ചെയ്തു കൊടുത്താലും അവസാനം അവൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ പറയും ഖൈറൻ ഖത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഇതുവരെ നല്ലതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പെണ്ണ് പറയും. ആ ഒറ്റ കാരണം കൊണ്ട് ആ പെണ്ണ് നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ പടച്ചോൻ അങ്ങനെയല്ല. 1000 തെറ്റുകൾ നമ്മൾ ചെയ്തു, പൊറുക്കാൻ പറ്റാത്ത 1000 തെറ്റുകൾ നമ്മൾ ചെയ്തെന്നിരിക്കട്ടെ, അവസാനം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ വന്നിട്ട് എന്ന് ചെയ്താ ഈ മറക്കുന്നതാ 1000 തിന്മകളെയും അല്ലാഹു മറന്നിട്ട് ഒരേ ഒരു നന്മ അല്ലാഹു അങ്ങ് ഏറ്റെടുക്കുന്നതാ. സഹോദരങ്ങളെ, അതാണ് പടച്ചവനും പടപ്പുകളും തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണ് ഖാലിഖും മഖ്ലൂഖും തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണ് ഉടമസ്ഥനും അടിമകളും തമ്മിലുള്ള വ്യത്യാസം. എന്റെ പ്രിയപ്പെട്ടവരെ, 1000 നന്മ ചെയ്താലും ഒരു തിന്മ കണ്ടാൽ തിന്മയുടെ ചുവട് പിടിച്ചിട്ട് 1000 നന്മകൾ മറക്കുന്ന മനുഷ്യ, 1000 തിന്മ ചെയ്താലും ഒരു നന്മ ചെയ്യുമ്പോ 1000 തിന്മകളെ കഴുകിക്കളഞ്ഞിട്ട് ആ നന്മയ്ക്ക് വണ്ണമായ പ്രതിഫലം തരുന്ന അല്ലാഹ്, ആ പടച്ചവനിലേക്ക് നിങ്ങൾ എല്ലാം ഏറ്റുപറഞ്ഞ് റമളാൻ മാസം പടിവാതിൽക്കലത്ത് നിൽക്കുമ്പോ, ശഅബാൻ മാസത്തിന്റെ അവസാനത്തെ രാവുകൾ കടന്നു വരുമ്പോ, അനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങൾ പടച്ചവനിലേക്ക് സർവ്വതും ഏറ്റുപറഞ്ഞിട്ട് മടങ്ങിക്കൊള്ളണേ. അല്ല പുറത്തു തരുമൊരു സംശയവുമില്ല, പടച്ചോൻ പുറത്തു തരുമൊരു സംശയം വേണ്ട. സഹോദരങ്ങളെ, 2 തെറ്റുകളാ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ലോകത്ത് 2 തെറ്റുകളാ ഉള്ളത്. ഒന്ന് വൈകാരികമായ തെറ്റാണ്, മറ്റൊന്ന് ധിക്കാരപരമായ തെറ്റാണ്. വൈകാരികമായ തെറ്റുകൾ അല്ലാഹു എപ്പോഴും മാപ്പ് തരുന്നതാണ്. ധിക്കാരപരമായ തെറ്റുകൾക്ക് അല്ലാഹു മാപ്പ് തരൂല. സഹോദരങ്ങളെ, 2 സ്വർഗത്തിൽ വെച്ചാണ് തെറ്റ് ആരംഭിച്ചത്. ഒന്നാമത്തെ വൈകാരികമായ തെറ്റ് ചെയ്തത് ആരെന്നറിയോ? ഫഅസാദമു റബ്ബഹു ഫഗവാ. മനുഷ്യൻ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്തു പോകുന്ന തെറ്റുകളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുമ്പോ, നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാം അല്ലാഹുവിനോട് തെറ്റ് ചെയ്തത് സ്വർഗത്തിൽ വെച്ചാണ്. ഫഅസാദമു റബ്ബഹു ഫഗവാ. ആദം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്തു എന്ന് ഖുർആൻ പറയുകയാണ്. ആ തെറ്റ് അല്ലാഹു പുറത്തു കൊടുത്തല്ലോ പെങ്ങളെ. എപ്പോഴാണ് അല്ലാഹു പുറത്തു കൊടുത്തത്? താഹാ റഷാദി ഉസ്താദ് പറ്റിയിട്ട് പറയുന്നത് മക്കളെ പഠിപ്പിച്ചു, അവരുടെ മക്കളെയും പഠിപ്പിച്ചു എന്നാണല്ലോ. കേവലം 28 വർഷമായപ്പോഴേക്കും നമുക്ക് 28 നൂറ്റാണ്ട് കണ്ടതുപോലെ തോന്നുകയല്ലേ? പക്ഷേ നിങ്ങൾ അറിയണേ, ആദം നബി അലൈഹിസ്സലാമിന്റെ പശ്ചാത്താപമല്ല സ്വീകരിച്ചത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്നറിയോ? 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണല്ല സ്വീകരിച്ചത്. 300 വർഷം കഴിഞ്ഞിട്ടാണ് ഹവ്വാ ബീവിയെയും ആദം നബിയെയും അല്ലാഹു പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് ഏറ്റെടുത്തത്. സഹോദരങ്ങളെ, അല്ല പറഞ്ഞതെന്താണ്? ആ 2 പേര് തെറ്റ് ചെയ്തത് വൈകാരികമാണ്. അവര് ധിക്കാരത്തോടെ അള്ളാന്റെ മുമ്പിൽ തെറ്റുകളെ ചെയ്തിട്ടില്ല. അവര് ചെയ്ത തെറ്റുകളെ വൈകാരികമാണ്. സ്വർഗത്തിൽ ധാരാളം വർഷം താമസിക്കണമെന്ന വ്യാമോഹമായിരുന്നു ആദം അലൈഹിസ്സലാമിന്. പ്രിയപ്പെട്ടവരെ, പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് അവന്റെ കിബിരിയായിനെയോ അവന്റെ അളമത്തിനെയോ അവന്റെ വഹദാനിയത്തിനോ ചോദ്യം ചെയ്തിട്ടില്ല. എന്നാൽ അതേ സ്വർഗത്തിൽ വെച്ച് തെറ്റ് ചെയ്ത മറ്റൊരുത്തനുണ്ട്. ആരാ? സാക്ഷാൽ ഇബ്ലീസുൽ ലഈൻ. അവൻ ചെയ്ത തെറ്റ് വൈകാരികമല്ല, അവൻ ചെയ്ത തെറ്റ് ധിക്കാരമായിരുന്നു. എന്തിന് ഞാൻ സുജൂദ് ചെയ്യണം? മണ്ണിനാൽ പടയ്ക്കപ്പെട്ട ഇവന്റെ മുമ്പിൽ തീയാൽ പടയ്ക്കപ്പെട്ട ഞാൻ എന്തിന് സുജൂദ് ചെയ്യണമെന്ന ധിക്കാരത്തിന്റെ മറുപടി ചോദിച്ചപ്പോ, സഹോദരങ്ങളെ, അല്ലാഹു ലോകം അവസാനിക്കുന്നത് വരെ ശപിക്കപ്പെട്ടവനായി പിശാചിനെ പുറന്തള്ളിയെങ്കിൽ വൈകാരികമായി ജീവിതത്തിൽ ഇലവുപാലത്തുള്ള നിങ്ങൾക്കോ പനവൂരിലുള്ള എനിക്കോ തെറ്റുകൾ സംഭവിച്ചു പോയാ നീട്ടുന്ന കൈ അല്ലാഹു തട്ടാറ് നമ്മുടെ പാവങ്ങൾ പുറത്തു തരുന്നതാണ്. ധിക്കാരത്തോടുകൂടി ചെയ്യുന്ന പാപങ്ങളല്ല പുറത്തു തരൂല. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരു തെറ്റും ധിക്കാരത്തോടുകൂടി നമ്മൾ ചെയ്യുന്നില്ല. വൈകാരികമാണ്. ശരീരയിച്ചോട് പോരാടാനുള്ള തോക്കത്ത് കുറവാണ്. പിശാചിന്റെ വലയിൽ വീണു പോകുന്നു നമ്മൾ. ആ ഒരൊറ്റ കാരണം കൊണ്ട് തെറ്റുകൾ സംഭവിക്കാത്തവരാരാ? മനുഷ്യര് തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? കുല്ലു ബനി ആദമ ഖത്താ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മനുഷ്യരെല്ലാരും വല്ലാതെ തെറ്റ് ചെയ്യുന്നവരാണ്. ഫഅലു വസ്നാൻ എന്ന് പറഞ്ഞ സാധാ തെറ്റല്ല, അവര് തെറ്റേ ചെയ്യുള്ളൂ. ആ രീതിയിൽ തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമ്മളോട് പറയുന്നു, അനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് എല്ലാം ഏറ്റങ്ങ് പറഞ്ഞോ, അല്ലാഹു മാപ്പ് തരും.
അള്ള മാപ്പ് തരും. അത് റമളാനിന് വേണ്ടിയിട്ട് മാറ്റിവെക്കരുത്. ഞാൻ അത് തന്നെ വിശാലമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ ഒരൊറ്റ വിഷയത്തിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ആ അൽ ഇനാബത്ത് എന്നുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം അൽ ഇനാബ, ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും അള്ളാഹിനോട് ഏറ്റുപറ. ഇസ്ലാമിൽ കുമ്പസാര ഇല്ല. താഹാ റഷാദിയുടെ മുമ്പിൽ വന്നിട്ട് ഉസ്താദേ ഞാൻ ഇന്നലെ ഇന്ന തെറ്റ് ചെയ്തു പോയി പറയാൻ പാടില്ല. അങ്ങനെ പാപങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വിവരിച്ചു കൊടുക്കുന്നവന്റെ പാപങ്ങളല്ല പുറത്തു കൊടുക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം എന്താണ്? അള്ളാഹു പറഞ്ഞു അവൻ മുജാഹറ, പരസ്യപ്പെടുത്തുന്നവനാണ്. രാത്രി ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് എല്ലാവരുടെ കണ്ണിൽ നിന്നും അള്ള മറച്ചു വെച്ചു. അവൾ ചെയ്ത തെറ്റ് അവളുടെ ഭർത്താവിനെ അള്ള അറിയിച്ചില്ല, അവൻ ചെയ്ത തെറ്റ് അവന്റെ ഭാര്യ അറിയിച്ചില്ല, അവന്റെ സുഹൃത്തുക്കളെ അറിയിച്ചില്ല, ആരെയും അള്ളാഹു താല അറിയിച്ചില്ല. ആ തെറ്റ് നേരം വെളുത്തിട്ട് കൂട്ടുകാരെ വിളിച്ചിരുത്തിയിട്ട് അളിയാ ഇന്നലെ രാത്രി ഞാൻ അവിടെ പോയിരുന്നു, ഇന്നലെ ഞാൻ അവിടെ ആയിരുന്നു, ഇന്നലെ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നവൻ എത്ര മുട്ടിട്ടിടിച്ചാലും അവൻ അള്ള പുറത്തു കൊടുക്കില്ലെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത മദീനയുടെ രാജാവ്, മക്കയുടെ ജേതാവ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതുകൊണ്ട് കുമ്പസാര ഇസ്ലാമിലില്ല. പറയേണ്ടത് പടച്ചവനോട്. അനീബു ഇലാ റബ്ബിക്കും, അള്ളാഹിനോട് പറ. ഒറ്റക്കിരുന്ന് പറയ്, അള്ളാഹ് ഞാൻ ഇന്ന തെറ്റുകളെ ചെയ്തു പോയി. അള്ളാഹ് അറിയാത്തത് കൊണ്ടല്ല. ചില ആളുകൾ ദുആറക്കാൻ വേണ്ടി വിളിച്ചാൽ വന്നിരുന്നിട്ട് പറയും, പടച്ചോനെ അവന് പാസ്പോർട്ട് കൊടുക്കണേ അല്ല, റേഷൻ കാർഡ് കൊടുക്കണേ അല്ല, ആധാർ കൊടുക്കണേ അല്ല, പാൻ കാർഡ് കൊടുക്കണേ അല്ല, അവന് ഇങ്ങനെയൊക്കെ പറയും. ഇത് അള്ളാഹു അവന് ആവശ്യമുള്ളത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോരെ? അള്ളാഹ്ക്ക് എല്ലാം അറിയാലോ. പക്ഷെ ഈ പറയുന്നത് പടച്ചോന് അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് എനിക്ക് ബോധ്യമുണ്ട് തമ്പുരാനെ ഞാൻ ഈ ചെയ്ത തെറ്റൊക്കെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് ഷഅബാനിന്റെ ശിഷ്ടരാത്രികളിൽ അള്ളാഹുവിനോട് തുറന്നു പറ. ഒന്ന്. പിന്നെ പൊതുവെ നമ്മുടെ ഒരു ശൈലിയുണ്ട്, എന്താണെന്നറിയോ? അള്ളാഹു പറഞ്ഞു പാലം കടക്കുവോളം നാരായണ, പാലം കടന്ന കൂരായണ. അതാണ് നമ്മുടെ ശൈലി, അല്ലേ? നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി എവിടെയോ ഒരു കഥ പറയുന്നുണ്ട്. കടലിൽ അകപ്പെട്ടു പോയ ഒരുത്തൻ രക്ഷപ്പെടൂല എന്ന് കണ്ടപ്പോ കടലിന്റെ നടുക്ക് ആ കടലിന്റെ വെള്ളത്തിനടിയിൽ കിടന്ന് അയാൾ ശപഥം ചെയ്തു, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ 100 പാവങ്ങൾക്ക് ഞാൻ ബിരിയാണി കൊടുത്തേക്കാന്ന്. ഒരു തിരമാല അടിച്ചവനെ കരയിൽ കൊണ്ടിട്ട് രക്ഷപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഓ എന്ത് ബിരിയാണി. പക്ഷേ അടുത്ത തിരമാല വന്ന് അവനെ വീണ്ടും കൊണ്ടുപോയി കടലിലേക്ക്. അതിനേക്കാൾ ആഴത്തിൽ മുങ്ങിത്താണപ്പോൾ ഇനി എന്താ ചെയ്യാ? അവൻ അവിടെ കിടന്ന് പറഞ്ഞു അത്രേ, പടച്ചോനെ ഞാൻ കളിയാക്കിയതല്ല. എന്ത് ബിരിയാണി എന്ന് ചോദിച്ചാൽ മട്ടനാണോ, ബീഫാണോ, ചിക്കനാണോ, എഗ്ഗാണോ, വെജാണോ, അങ്ങനെ ചോദിച്ചതാന്ന് പറഞ്ഞു. ഇത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? സൂറത്തു റൂമിൽ കാണാം, വഇദാ മസ്സന്നാസ ളുർറുന ദഅൗ റബ്ബഹും മുനീബീന ഇലൈഹി ثم إذا أذاقهم منه رحمة إذا فريق منهم بربهم يشركون. അല്ലാഹ് പറയുകയാണ്, എന്തെങ്കിലും ഒരു വിപത്ത് ഒരു മനുഷ്യന് വന്നു പോയാ, ഭാര്യയ്ക്ക് മാരകമായ ക്യാൻസർ പിടിപെട്ടാൽ, ഭാര്യയ്ക്ക് മാരകമായ ട്യൂമർ പിടിപെട്ടാൽ, ഇവന് ഹാർട്ടിന് പ്രശ്നം വന്നാൽ, ഇവന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ, സാമ്പത്തികമായ അവന് തകർച്ചയിലായി പോയാ, മുനീബീന ഇലൈഹി, പടച്ചവരിലേക്ക് അവനങ്ങ് മടങ്ങുക. അല്ലാഹുവേ എനിക്ക് നീയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പടച്ചവനിലേക്ക് അങ്ങ് അടുത്തവനിലേക്ക് അങ്ങ് മടങ്ങുന്ന സ്വഭാവമാണ്. അത് കഴിഞ്ഞിട്ട് ക്ഷാമങ്ങൾക്ക് ശേഷം ഒരു ക്ഷേമം അവന് വന്നാൽ, നഷ്ടത്തിന് ശേഷം ഒരു ലാഭം അവന് വന്നാൽ, പ്രയാസത്തിന് ശേഷം അവനൊരു സന്തോഷമല്ല കൊടുത്താലോ, ഇദാ ഫരീഖും മിൻഹും ബിറബ്ബിഹിം യുശ്രികൂൻ, പിന്നെ അവൻ കൂരായണ തന്നെ, അവൻ നന്ദി കെട്ടവനാണ്. പിന്നെ പടച്ചോ വേണ്ട, മഴയില്ലാത്ത ക്ഷാമകാലങ്ങളില് പള്ളിയിൽ സ്ഥിരമായി കയറുന്ന ഒരുത്തൻ, എന്തേ മഴയില്ല പള്ളിയിൽ വന്ന് ദുആരക്കാൻ. അള്ളാഹു മഴയങ്ങ് കൊടുത്തപ്പോൾ പിറ്റന്ന് മുതൽ കാക്കായ പള്ളി കാണാനില്ല. ഉസ്താദ് ചോദിച്ചു, എന്താ? മഴയല്ലേ പിന്നെങ്ങനെ പള്ളിയിൽ വരും? ഇന്നലെ വരെ മഴയില്ല. അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങി പള്ളിയില്. ഇന്നെന്താ പള്ളിയിൽ വരാത്തത്? മഴയല്ലേ, പിന്നെങ്ങനെ പള്ളിയിൽ വരും? ഇതാണ് മനുഷ്യൻ. അതുകൊണ്ട് പാടില്ല. ശിഷ്ടകാല രാവുകൾ
എന്റെ പ്രിയപ്പെട്ട ഇലവുമാനത്തിന്റെ പെങ്ങളെ, അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ട് വരുന്ന അതിരി ചില്ലറക്കാരനല്ല, വരുന്ന അതിരി ചില്ലറക്കാരനല്ല. ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണോ വരുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണോ വരുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ വരുന്നത്? ഓപ്പോസിഷൻ ലീഡർ സതീശനാണോ വരുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ആരായി വരുന്നത്? നാളെ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് എന്റെ പകലുകളിൽ അവൻ ഉപവസിച്ചു തമ്പുരാനെ, എന്റെ രാവുകളിൽ അവൻ കാലിൽ നീര് വരത്തക്ക നിലയിൽ നിന്ന് നമസ്കരിച്ചു തമ്പുരാനെ, എനിക്കിവനെ വേണം എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പറന്ന് റയ്യാൻ കവാടം കടന്ന് കൊണ്ടുപോകേണ്ട നമ്മുടെ സാക്ഷി, നമ്മുടെ സാക്ഷി. നേരെ മറിച്ച് ഈ വരുന്ന അതിഥിക്ക് വീട്ടിൽ വരുന്ന ഏതെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭിക്ഷാടനം നടത്തുന്ന ഒരു യാചകന് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് പോലും കൊടുക്കാതെ പരിശുദ്ധ റമളാനിന്റെ പകൽ നേരങ്ങളിൽ സിഗരറ്റും വലിച്ച് കഞ്ചാവും വലിച്ച് മുറുക്കി തുപ്പി കടകളിൽ നിന്ന് ചായയും കുടിച്ചിട്ട് കോളേജ് കുമാരികൾ കയ്യിൽ പലതും കെട്ടിക്കൊണ്ടുവന്ന ചെറുപ്പക്കാരനോടൊപ്പം എത്രയോ കാണേണ്ടി വന്നിട്ടുണ്ട്. അനന്തപുരിയുടെ വിരിമാറിൽ പ്രിയപ്പെട്ടവരെ, പാളയത്തിന്റെ തൊട്ടടുത്തുള്ള സാഫല്യം കോംപ്ലക്സിനകത്ത് പരിശുദ്ധ റമളാൻ മാസത്തിന്റെ പകല് നേരങ്ങളിൽ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സുമായിട്ട് ഒരു ജ്യൂസിന്റെ കപ്പിൽ ഒരു സ്ട്രോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കുടിക്കുന്ന മുസ്ലിം പെൺകുട്ടികളും ഇതര സമുദായത്തിലെ സഹോദരങ്ങളെയും കണ്ടിട്ടുണ്ട്. ചിന്തിച്ചിട്ടുണ്ട് ഇവക്കൊന്നും വാപ്പയില്ലേ എന്ന്. വളരെ ഗുരുതരമാണ് പ്രിയപ്പെട്ടവരെ. ഒരു യാചക മുമ്പിൽ വരുമ്പോ ആ ഒരു റെസ്പെക്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഈ റമളാൻ അല്ലാഹുവേ നമ്മളെ വിടൂല. അപ്പൊ നിങ്ങൾ പറയും നാളെ ശഫാഅത്തിന് വരൂലേ നമ്മുടെ മുത്ത്? ഇല്ല. ശഫാഅത്ത് വിരുദ്ധനല്ല ഞാൻ. പക്ഷേ ശഫാഅത്തിന് വേണ്ടി ശ്രമിക്കുമ്പോ അല്ലാഹുവിന്റെ മാലാകമാരുടെ ഭാഗത്ത് നിന്നൊരു വിളി വരുന്നു, നീയേ ഇന്ന ഖസ്മഹു റമളാൻ, അവന്റെ പ്രതിയോഗി റമളാനാണ് നബിയേ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ മുത്തവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നു, ഇന്നി ബരീഉം മിമ്മൻ ഖസ്മുഹു റമളാൻ. റമളാൻ എതിരായി നിൽക്കുന്ന ഒരുത്തനെ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റൂല. നബി കൈയൊഴിയും. അള്ളാന്റെ റസൂല് കൈയൊഴിഞ്ഞാ പിന്നെ ആര് നമ്മളെ കൈ പിടിക്കും? ആര് പിടിക്കും? അതുകൊണ്ട് ഈ റമളാൻ എത്തിയതിനു ശേഷം നന്നാകാമെന്ന് ചിന്തിക്കരുത്. എന്റെ പള്ളിയിൽ റജബ് മാസത്തിന്റെ തുടക്കത്തില് ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന വെള്ളിയാഴ്ച ഞാൻ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുതുബയോദിയിട്ട് ദ്വാരന്നപ്പോ എന്റെ കൺമുമ്പിൽ നിന്ന് ആമീൻ പറഞ്ഞ എന്റെ മഹല്ലത്തിന്റെ വൈസ് പ്രസിഡന്റ്, അൽ ഫുർഖാൻ ഖുർആൻ അക്കാദമിയുടെ ചെയർമാൻ ബഷീർ സാർ എന്ന് പറയുന്ന സഹോദരൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ശേഷം മണക്കാട് വലിയ പള്ളിയുടെ ഖബർസ്ഥാൻ അത് ഏറ്റുവാങ്ങി. ആമീൻ പറഞ്ഞയാളാ. എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ക്ഷീണമുണ്ടെങ്കിലും വീട്ടിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബഹിക്ക് ജമാഅത്തിന് സെൻട്രൽ ജുമാ മസ്ജിദിൽ എത്തുന്ന സിദ്ദീഖ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ ശഅബാൻ മാസത്തിലും ഞാൻ ദുആരന്നപ്പോൾ ആമീൻ പറഞ്ഞു, പടച്ചവനെ റമളാനിൽ ഞങ്ങളെ എത്തിക്കണേ. മെനിങ്ങാന്ന് കാരക്ക മണ്ഡപം മുസ്ലിം ജമാഅത്തിന്റെ പച്ചമണ്ണ് അദ്ദേഹത്തെ ഏറ്റുവാങ്ങി. ഇന്ന് ഞാൻ യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ സമ്മേളനത്തിന് പോകാൻ വൈകുന്നേരം 8 മണിക്ക് ടിക്കറ്റ് എടുത്തിരുന്ന ആളാ. ഇന്നും നാളെയും പ്രസംഗം ഒഴിവാക്കിയിരുന്ന ആളാ. അപ്പോഴാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാനുവിനെ മനസ്സിലായില്ലേ? എലവുപാല ഷാനുവിനെ അറിയാം, ശംസുദ്ദീൻ ബന്നാരി. അപ്പോ അദ്ദേഹം ഒരേ പിടി, കാരണം ഈ ഒരു ദിവസം ഇവിടെ വന്നിട്ട് രാവിലെ വന്ദേ ഭാരതി പൊക്കിയൂടെ എന്നൊക്കെ പറഞ്ഞ് എന്തോ എനിക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തന്നു, നാളെ അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റൊക്കെ.
നീ എങ്ങനെ വസൂലാക്കും എന്നുള്ളത് അറിയില്ല. ഏതായിരുന്നാലും ടിക്കറ്റ് കിട്ടി. പക്ഷേ അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ പ്രസംഗിക്കാനൊരു ഭാഗ്യം, നിങ്ങളുടെ ആമീൻ കിട്ടാനുള്ളൊരു ഭാഗ്യമൊക്കെ എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, മറ്റന്നാൾ താഴെപ്പാങ്ങോട് മുസ്ലിം ജമാഅത്തിൽ പരിപാടി, റമളാന്റെ തലേ ദിവസം വരെയും പരിപാടി. അൽഹംദുലില്ലാ. പക്ഷെ എന്തുറപ്പാ ഉള്ളത് എനിക്ക് പ്രസംഗിക്കാൻ പോകാൻ പറ്റും? നമ്മൾ എത്ര കണ്ടിരിക്കുന്നു നമ്മുടെ പരിപാടികളിൽ പ്രസംഗിക്കാൻ വേണ്ടി ഏറ്റിരുന്ന, ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏറ്റിരുന്ന എത്ര ഉസ്താദുമാരാ. ആ ഫ്ലക്സ് ബോർഡ് അങ്ങനെ ഇരിക്കവേ നമ്മൾ പ്രസംഗിക്കും. ഉസ്താദുമാരെ ഖബറില. ഗൂഡല്ലൂർ മസ്ഊദ് സഖാഫി, അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ, ഒരു വഴല് കഴിഞ്ഞ് വന്ന് കിടന്ന ആളാ. അടുത്ത വഴലിന് പിറ്റെന്ന് പോകേണ്ട ആളാ. രാത്രി എഴുന്നേറ്റു, വാഷ്റൂമിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഒരു നെഞ്ചുവേദന. അപ്പോഴേ മരിച്ചു. കൊച്ചുമക്കളാണ്. അള്ളാഹു മക്കൾക്ക് ഒരു വിടവ് അള്ളാഹു നികത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഗ്യാരണ്ടിയില്ല, പടച്ചോനാണ് ഗ്യാരണ്ടിയില്ലേ. ഞാൻ ഇപ്പൊ വരാം. ഓരോരുത്തരുടെ മരണത്തെ പറ്റി പറയുന്നത്, തുണിക്കടയിൽ ചെന്ന് സെയിൽസ് ഗേൾ തുണിയെടുത്ത് മേശപ്പുറത്ത് വിരിച്ചിട്ട് അതൊന്നും മടക്കി വെക്കുന്നതിന് മുമ്പ് അവന്റെ റൂഹ് പിടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ തുണിയെടുത്ത് കാണിച്ചു കൊടുത്തല്ലോ, അവർക്ക് വേണ്ട, ഇഷ്ടപ്പെട്ടില്ല, അതൊന്നും മടക്കി വെക്കാനുള്ള ടൈം കിട്ടൂല. മരിച്ചു പോകും നമ്മൾ. എപ്പോഴാണ് മുകളിലോട്ട് പിടിക്കുന്ന ശ്വാസം തിരിച്ചു വിടാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർന്നു. പ്രിയപ്പെട്ടവരെ, റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് വായ തുറന്നു പിടിച്ചിട്ട് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയായ, എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ പുതിയ വെർഷനിൽ പറഞ്ഞാൽ എന്താണ്, അതിഥി തൊഴിലാളി വാ തുറന്നു വെച്ച് ഇങ്ങനെ ഇരിക്കാൻ. എന്താ സംഭവം? ഉറക്കം ട്രെയിൻ സമയത്ത് വന്നില്ല. ഇന്ത്യൻ റെയിൽവേ ആണല്ലോ, ട്രെയിൻ വന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ ഇച്ചിരി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ ഇയാൾ കോട്ടുവാ വിട്ട് വാ തുറന്നിട്ട് ഈ മനുഷ്യന് വാ അടയ്ക്കാൻ പറ്റുന്നില്ല. നമ്മൾ കണ്ടതല്ലേ. അവസാനം റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാര് ബന്ധപ്പെട്ട ആശുപത്രിയിൽ ഡോക്ടർമാര് വന്നിട്ടാണ് അയാൾക്ക് എങ്ങനെയൊക്കെയോ ചികിത്സ കൊടുത്തിട്ട് വായ ഒന്ന് അടച്ചത്. ഞാൻ ഈ പ്രസംഗിക്കാൻ വായ തുറക്കുമ്പോൾ ആ വായ ഒന്ന് അടയ്ക്കാൻ അല്ലാഹു എനിക്ക് അനുവാദം തന്നില്ലെങ്കിൽ എന്റെ മൂക്കിന്റെ അഗ്രഭാഗത്തുള്ള ഒരു രോമത്തിൽ പോലും അവകാശമില്ലാത്ത ഈ പാവപ്പെട്ട എനിക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നാളത്തെ കാസർഗോഡത്തെ പരിപാടിക്ക് പോകാൻ കഴിയുമെന്ന് പറയാൻ? നിങ്ങൾക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് ഇനി താമസം വേണ്ട, റബ്ബിന്റെ മുമ്പിൽ എല്ലാം ഏറ്റു പറഞ്ഞു, അള്ളാഹുവെ ചെയ്തു പോയി, സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ്. ഒന്നാമത്തെ കാര്യം അൽ ഇനാബ. ഇനി വിശദീകരിച്ചാൽ കിട്ടൂല. രണ്ടാമത് അള്ളാഹു പറയുന്നു, വഅസ്ലിമൂ ലഹു അൽ ഇസ്ലാം, അനുസരണ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അനുസരണ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അനുസരണ. സഹോദരങ്ങളെ, അനുസരണയുള്ളവരാണ്. നോക്കൂ നിങ്ങൾ, താഹാ റഷാദിയുടെ ശമ്പളം എത്രയാണ്? എനിക്കറിയില്ല. താഹാ റഷാദി ഉസ്താദിന്റെ ശമ്പളം, താഹാ റഷാദി ഉസ്താദ് വിട്ടേക്ക്, ഈ പാവത്തിന് എന്ത്. ഒരു പള്ളിയിലെ ഇമാമ് ശമ്പളം 10,000 രൂപ എന്ന് വെച്ചോ, അല്ലെങ്കിൽ 15,000 രൂപയെന്ന് വെച്ചോ. സെക്രട്ടറി, പ്രസിഡന്റ് രണ്ടുപേർക്കും കിട്ടുന്ന ശമ്പളം 1 ലക്ഷം 1.5 ലക്ഷം. കാരണം അവർ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരുന്നു. ഇപ്പോൾ അവർക്ക് പെൻഷനൊക്കെയാണ്. 1 ലക്ഷം രൂപ സെക്രട്ടറിക്ക്, 1 ലക്ഷം രൂപ പ്രസിഡന്റിന്, ഉസ്താദിന് 10,000 രൂപ. അതായത് സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും ശമ്പളത്തിന്റെ 10/1, അത്രേ ഉള്ളൂ. ആ ശമ്പളം വാങ്ങുന്ന ഉസ്താദ് ഇമാമത്ത് നിൽക്കുകയാണ്. ഈ ഉസ്താദിന് ശമ്പളം കൊടുക്കുന്നത് പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്. ഉസ്താദിന്റെ 10 ഇരട്ടി ശമ്പളം ഇവർക്ക് മാസം കിട്ടുന്നുണ്ട്. ഇതൊക്കെ നിലനിൽക്കവേ ആ ഉസ്താദ് റുക്കൂയിൽ കിടന്നിട്ട് ചിന്തിക്കുകയാണ്, എന്നാ പ്രസിഡന്റ് ഒരു 10 സെക്കൻഡ് കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഉസ്താദ് ഉയർന്നാലല്ലേ പ്രസിഡന്റ് തല ഉയർത്തു? ഉസ്താദ് സുജൂദിന് തല പൊക്കിയാലല്ലേ കമ്മിറ്റിക്കാർക്ക് തല പൊക്കാൻ പറ്റുള്ളൂ? ഇല്ലേ? ഇതാണ് അനുസരണം. അല്ല, ഞാനാണ് ശമ്പളം കൊടുക്കുന്നത്, അമ്മ അവിടെ കിടക്കട്ടെ, ഞാൻ എണീക്കാന്നും പറഞ്ഞ് ഏത് പ്രസിഡന്റ് തല പൊക്കും? അനുസരണയാണ്. ഞാൻ ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കി, നമുക്ക് ദുആരക്കാം എന്ന് പറഞ്ഞാൽ, യവനാര്? യവൻ എത്ര വയസ്സുണ്ട്? എനിക്ക് എത്ര വയസ്സുണ്ട്? യവന് സാധാരണ ഒരു തൊണ്ടത്തൊഴിലാളി, അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മളെ പറ്റി പറഞ്ഞ തൊണ്ടത്തൊഴിലാളി. അപ്പോ ഞാൻ അങ്ങനെ അല്ലല്ലോ, ഞാൻ വലിയ ആളല്ലേ. അപ്പൊ അതുകൊണ്ട് അവൻ എണീക്കാൻ പറയുമ്പോ ഞാൻ എണീക്കാൻ ആരാണ്? ഇല്ല, ഒരുത്തനും അങ്ങനെ പറയൂല, ഒരാളും അങ്ങനെ പറയൂല. ബഹുമാനപ്പെട്ട സദസ് എഴുന്നേറ്റ് നിൽക്കും. എന്തുകൊണ്ടാണ്? അതനുസരണയാണ്. ഇസ്തവു 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 എന്ന് ഇമാമ് പിന്നെ മെഹ്റാബിനകത്ത് കയറിയിട്ട് പറയുമ്പോ എല്ലാവരും ചേർന്ന് നിൽക്കും. എന്തുകൊണ്ട്? അനുസരണയാണ്. എന്റെ സഹോദരിമാരെ, ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു, നിങ്ങൾ സഹായിക്കണമെന്ന് പറയുമ്പോ നിങ്ങളുടെ പേഴ്സ് എടുത്തിട്ട് നിങ്ങൾ പതുക്കെ അതിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത് അനുസരണയാണ്. ഇത് മുസ്ലിമിലല്ലാതെ വേറെ ഏത് സമൂഹത്തിനാ ഉള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ അനുസരണയാണ് വേണ്ടത്.
സഹോദരങ്ങളെ, സർവ്വതും അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞിട്ട് പശ്ചാത്തപിച്ചു മടങ്ങണം. ഒന്ന് അൽ ഇനാബ, രണ്ടാമത്തേത് അല്ലാഹു പറയുന്നു വസ്ലിമു ലഹു, അനുസരിക്കണേ. അല്ല എന്താ പറഞ്ഞത് അനുസരിക്കണേ, റസൂലുള്ള എന്താ പറഞ്ഞത് അനുസരിക്കണേ. അല്ലാഹും റസൂലും അനുസരിക്കാൻ പറഞ്ഞവരെ നിങ്ങൾ അനുസരിക്കണേ. പ്രിയപ്പെട്ടവരെ, അനുസരണ വേണം. അത് കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം എന്ന ഒരു സൊസൈറ്റിയിൽ അംഗമാകലെന്നല്ല, എന്താണോ പറയുന്നത് അനുസരിക്കലാണ്. അതുകൊണ്ടല്ലേ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മനുഷ്യനാഗരികതയുടെ പ്രപിതാമകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പിടിച്ച കത്തിയുമായിട്ട് തന്റെ പ്രിയപ്പെട്ട സീമന്ത മകനെ പിടിച്ചിട്ട് നേരെ കൊണ്ടുവന്ന് മിനാ താഴ്വരയിൽ തലമലത്തി കിടക്കുകയാ. എന്നിട്ട് കഴുത്തിലേക്ക് കത്തി ചേർത്ത് വെച്ചപ്പോൾ മഹാനായ മകന് നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം, വാപ്പാ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ വാപ്പാ, എത്ര നാളും മക്കളില്ലാതിരുന്ന നിങ്ങൾക്കും എന്റെ പ്രിയ ഉമ്മ ഹാജറിനും കിട്ടിയ മോനാ ഞാൻ. എന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ എങ്ങനെയാണ് ബലി കൊടുക്കാൻ തോന്നുന്നതുപ്പാ? അതുകൊണ്ട് ഒന്നുകൂടി നിങ്ങൾക്ക് ആലോചിച്ചിട്ട് പോരെ. നിങ്ങൾ അല്ലാഹുവിന്റെ ഖലീലല്ലേ, നിങ്ങൾ പടച്ചോന്റെ ഖലീലല്ലേ? അതുകൊണ്ട് ഒന്നുകൂടി റബ്ബിനോട് ചോദിച്ചു നോക്കൂ, എന്നെ വെറുതെ വിടുമോ എന്ന്. ഇതൊന്നും ഇസ്മാഈൽ അലൈഹിസ്സലാം പറഞ്ഞില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞ ഖുർആന്റെ വാക്കേതെന്നറിയോ? ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽജബീൻ. ഇസ്മായിൽ അലൈഹിസ്സലാം കൂടി മുസ്ലിമായപ്പോ ഇബ്രാഹിം നബി അവിടെ മുസ്ലിമായി, ഇസ്മായിൽ നബിയും മുസ്ലിമായി എന്നാണ് അർത്ഥം. എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അള്ളാനെ അനുസരിക്കുന്നവനായി, ഇസ്മായിൽ വാപ്പ ഇബ്രാഹിമിനെ അനുസരിക്കുന്നവനായി. അനുസരണയാണ് ഇസ്ലാം, അനുസരണയാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര. വാപ്പയെ അനുസരിക്കണം പൊന്നുമോളെ. ക്യാമ്പസുകളിൽ പോകുന്ന മക്കളെ നിങ്ങൾ അനുസരിക്കണം വാപ്പയുമ്മയെ. കണ്ണിക്കണ്ടവന്റെ കൂടെ ഓടരുത്. കാസർഗോഡ് രണ്ട് ചെറുപ്പക്കാരല്ല കൗമാരക്കാര്, 17 വയസ്സുള്ള 2 പൊന്നുമക്കള് വീട് വിട്ട് പിണങ്ങിയിറങ്ങി. അവര് നേരെ ട്രെയിൻ കയറിയിട്ട് വന്നത് എവിടെയാണ്? കോഴിക്കോട് വന്നിട്ട് ബീച്ചിലൂടെ കറങ്ങി നടക്കുന്ന 17 വയസ്സുകാരായ 2 കൗമാര മക്കള് കണ്ടത് 17 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി അവിടെ ഒറ്റക്കിരിക്കുന്നു. അടുത്ത് ചെന്ന് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? കോഴിക്കോട് തന്നെ. എന്താ നീ ഇവിടെ വന്നിരിക്കുന്നത്? വീട്ടിൽ ഉമ്മയോട് പിണങ്ങി വന്നതാണ്. സഹോദരങ്ങളെ, ഈ 17 വയസ്സുള്ള കാസർഗോഡുകാരായ 2 മക്കളും കോഴിക്കോടുകാരിയായ 17 വയസ്സുകാരിയോട് ചോദിക്കുന്നു, നീ വല്ലതും കഴിച്ചോ? ഇല്ല, വിശക്കുന്നുണ്ട്. 17 വയസ്സുള്ള മോക്ക് ലോകത്തെ പറ്റി ഒന്നും അറിയില്ലല്ലോ. ഒരു ദുർബല നിമിഷത്തില് വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയ പൊന്നുമോള്. പ്രിയപ്പെട്ടവരെ, ആ മകളോട് 2 ആ കൗമാരക്കാര് പറഞ്ഞത്, നിനക്ക് ഭക്ഷണവും തരാം, ഉറങ്ങാൻ റൂമും തരാ, കൂടെ വരുവോ? സുബ്ഹാനല്ലാഹ്. പാവപ്പെട്ട പൊന്നുമോള് ലോകത്തെ പറ്റി വിവരം കാണില്ലായിരിക്ക. ആ പൊന്നുമോള് അവരോടൊപ്പം പോയി. സഹോദരങ്ങളെ, സ്ത്രീകൾ ഇരിക്കുന്നത് കൊണ്ട് തുറന്നു പറയുന്നതിൽ ലജ്ജയുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ആ പാവപ്പെട്ട 17 വയസ്സുകാരിയുടെ കൈവെള്ളയിൽ 5000 രൂപ എണ്ണിക്കൊടുത്തു. ആലോചിച്ചു നോക്കണേ, നിങ്ങൾ ആലോചിക്കണേ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, 17ന്റെ നിറവിലെത്തിയ മക്കളെ, 14 വയസ്സുള്ള മകളെനിക്കുണ്ട്, 12 വയസ്സുള്ള മകളെനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൊന്നുമക്കള്, ആ മക്കള് വാപ്പയുമ്മയും വാപ്പയുമ്മയും അനുസരിക്കണം. എങ്കിലേ നിങ്ങൾ മുസ്ലിം ആവുള്ളൂ. ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, ഒരു സംശയമില്ല. കാരണം എന്താണ്? മക്കളെ മാതാപിതാക്കളെയും ഭാര്യ ഭർത്താവിനെയും അനുസരിക്കണം. ആ അനുസരണയുള്ളവനാണ് യഥാർത്ഥ മുസ്ലിം. ഇവരൊക്കെ അനുസരിക്കണമെന്ന് അല്ല പറഞ്ഞത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അല്ല രണ്ടാമത് പറഞ്ഞത് അൽ ഇസ്ലാം അനുസരണയാണ്.